എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വെട്ടു സതീശനെ പൊളിച്ചടുക്കുവാണ് ആദർശ്. ഈ സമയത്ത് നവ്യനെ രക്ഷപ്പെടുത്തി നയനയും കനയും കൊണ്ട് രക്ഷപ്പെടുത്തുവാണ്. എന്നിട്ട് നവ്യ വിളിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഇല്ല കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നീട് നല്ല ഇടി കൊടുക്കുന്നുണ്ട് വെട്ടു സതീശനുണ്ട്. അതിനുശേഷം ആദർശ് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേ, നീ ആര് പറഞ്ഞിട്ടാ ചെയ്തേന്ന് ചോദിക്കണം. ആദർശിന്റെ കാലിലേക്ക് വീണ്ടും പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, ഞാന് നവ്യനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് നവ്യനെ ഭാര്യയാക്കാൻ വേണ്ടി ചെയ്താന്ന് പറയണ. എടാ നിനക്ക് നാണമില്ലേടാ, ഇതിന്റെ പേര് നിന്റെ മുമ്പേ ഒന്ന് പഞ്ഞി കിട്ടല്ല ഞാൻ, വീണ്ടും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. എന്റെ പൊന്നു സാറേ, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാ, അതുകൊണ്ടാ എനിക്ക് അവളെ മറക്കാൻ ഇല്ലെന്ന് പറയാണ്. അബിയുടെ പേരൊന്നും പറഞ്ഞില്ല, അബിയുടെ പേര് പറയാൻ പറ്റില്ലല്ലോ വിട്ടു സതീശന്. അതിനുശേഷം ആദർശ് പറഞ്ഞു, ഈ പ്രാവശ്യം നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ കനക പെട്ടെന്ന് തൊട്ട് പറഞ്ഞു, അതേ മോനെ, ഇവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം, ഇവൻ ഇനി പുറലോകം കാണില്ലെന്ന് പറയാണ്. ആദർശ് പറഞ്ഞു, പോലീസിനെ വിളിച്ചിട്ടുണ്ടമ്മേ, ഇപ്പൊ പോലീസ് വരുമെന്ന് പറയാണ്. എന്റെ പൊന്നു സാറേ, പോലീസിനെ ഏൽപ്പിക്കല്ലേ, ഞാൻ ഇവളോടുള്ള സ്നേഹം കൊണ്ട് ഇവളെ താലി കെട്ടാൻ വേണ്ടി വന്നതല്ലേ, എന്നോട് ക്ഷമിക്കാൻ പറയാണ്. പെട്ടെന്ന് നവ്യ അങ്ങ് വന്നിട്ട് അവന്റെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കുവാണ്. എന്നോടുള്ള സ്നേഹോ, നിനക്ക് നാണമില്ലടാ, ഞാൻ മറ്റൊരുത്തന്റെ ഭാര്യ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെ, എന്നിട്ട് നീ അത് കേട്ടോന്ന് ചോദിക്കണം. എന്നിട്ട് വീണ്ടും എന്നെ വേണമെന്നും പറഞ്ഞിട്ട് മേലാൽ എന്റെ കൺമുന്നിൽ പോയി കണ്ടേക്കരുത്, നിന്നെ ഞാൻ വെട്ടിക്കീറുന്നൊക്കെ നവ്യ പറയാണ്. നയന വന്നിട്ട് മതി ചേച്ചി മാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി പോവാണ്. ഈ സമയത്ത് പോലീസുകാരങ്ങോട്ട് എത്തുന്നേ. പോലീസുകാർ വന്നപ്പോ ആദർശ് പറഞ്ഞു, സാറേ ഇതാ കക്ഷികളെ, ഇവന്മാരാ ചെയ്തേന്ന് പറയണം. പോലീസുകാരൻ ആദ്യം ഒരു നടയടയും കൊടുക്കണം അവന്റെ കർണം തീർത്ത്. എന്നിട്ട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തേ, ആര് പറഞ്ഞിട്ടാന്ന് ചോദിക്കണം. എന്റെ പൊന്നു സാറേ, ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല, ഞാൻ ഇവളെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്താന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇതിനു മുമ്പ് നവ്യയുടെ കല്യാണത്തിന്റെ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അന്ന് ഇവനെന്ത് തട്ടിക്കൊണ്ടു പോയതാ സാറേ, അന്ന് ഞങ്ങൾ പോയി രക്ഷിച്ചാന്ന് പറയും. ഓഹോ, അപ്പൊ ഇവന്റെ സ്ഥിരം പരിപാടി ഇതില്ലേ, അപ്പൊ ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയാണ്. ഇവനെ ഇനി പാലും പറഞ്ഞു വിട്ടാണ് നമുക്കറിയണം, ഇവനെ ഒന്ന് ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇവന്റെ ഉള്ളിലുള്ള എല്ലാം തത്ത പറയുന്ന പോലെ തുറന്നു പറയും. ശരി ആദർശ്, എന്നാൽ ഞങ്ങളൊന്നും കൊണ്ടുപോയി ചോദ്യം ചെയ്യട്ടെന്ന് പറയാം. അപ്പൊ ആദർശ്, ശരിയാ സാറൊന്ന് കൊണ്ടുപോയി ഒന്ന് കുടഞ്ഞു നോക്ക്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിവരം കിട്ടിയാലോ. ഇതിനു മുമ്പ് ഒരു വിഗ്രഹമോഷണ കേസ് നടന്നിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് പ്രതികളെയൊക്കെ പിടിച്ചായിരുന്നു, പക്ഷെ അവരെ പറഞ്ഞു വിട്ട് ആരാന്ന് മാത്രം കൃത്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ അവരുമായിട്ട് ഇവനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ, അതൊന്നും ഓർത്ത് ഞാൻ ആദർശ് വിഷമിക്കണ്ട. ഇതെല്ലാം കൂടെ ചെയ്ത ആരാന്നോ, ആരും കൊണ്ട് ചെയ്യിച്ചാണോ, അതോ ഉമാര് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താണോ എന്നൊക്കെ ഇവന്മാരെ കൊണ്ട് പറയിച്ചോളാന്ന് പറഞ്ഞിട്ട് വെട്ടു സതീശൻ പിടിച്ചോണ്ട് പോവാണ്. ഈ സമയത്ത് കനക വന്നിട്ട് ആദർശം എന്നെ കൈകൂപ്പിന്ന് പറയാ, മോനെ ഞങ്ങളെ രക്ഷിച്ചേ, ഇതിനു മുമ്പ് ആ വിഗ്രഹം മോഷ്ടിച്ച സമയത്ത് അന്നും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു, ഇന്ന് ഞങ്ങളുടെ അഭിമാനം മോൻ രക്ഷിച്ചേ, നവ്യയുടെ ജീവിതം രക്ഷിച്ചെന്ന് പറയണേ. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറയാ. പെട്ടെന്ന് ആദർശം, എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയണേ, ഇപ്പൊ നവ്യ ഞങ്ങൾക്ക് അന്യല്ലോ, എന്റെ അനിയന്റെ ഭാര്യയല്ലേ, അല്ല അതോടൊപ്പം തന്നെ ഇപ്പൊ നയനയുടെ നവ്യയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ കുടുംബമല്ലേ, അപ്പൊ നിങ്ങളെ രക്ഷിക്കേണ്ട, നിങ്ങളുടെ അഭിമാനം കാക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് ഇല്ലേന്ന് ചോദിക്കണം. അതല്ല മോനെ, ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴും ആ വിഗ്രഹം മോഷ്ടിച്ച സമയത്ത് നീ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെന്ന് ചോദിക്കാം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഇത് എന്റെ കടമയാണ്, ആ കടമ ഞാൻ നിർവഹിച്ചോളെന്ന് പറയാണ്. നയനയ്ക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആദർശാണ് ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് പാവം എന്ത് ചെയ്യാനും അമ്മ. കനക് പറഞ്ഞു, നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കാൻ നോക്കിയാലും, പക്ഷെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പെറ്റമ്മയല്ലേ, എനിക്ക് ഇവളിങ്ങനെ കിടന്ന് മരണത്തോടും ജീവിതത്തോടും മല്ലിടുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ മോനെ എന്ന് ചോദിക്കുകയാണ്. ശരി ശരി, ഇനിയിപ്പോ ഒന്നും പറയണ്ട, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യണം, എല്ലാരും കൂട്ടി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരത്തറയുടെ ഹാളിൽ എല്ലാവരും ഉണ്ട്. അബിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അബി ഇങ്ങനെ ഇരിക്കുവാണ്. അബി ഒന്നും തിന്നുന്നോ കുടിക്കുന്നോ ഒന്നുമില്ല. ജഡ്ജി ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, എന്നാ മോനെ ഇതെങ്കിലും നീ കുടിക്കാൻ പറയണം. എനിക്ക് വേണ്ടമ്മേ, എനിക്ക് വെള്ളം പോലും ഇറങ്ങില്ല എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും, നവ്യ വന്നു കഴിയുമ്പോഴത്തേനും നീ വീണു പോവില്ലോ, നീ ഇത് കുടിക്ക്, നവ്യനെ കൊണ്ടുവരുമെന്ന് പറയാണ്. അവൾ എവിടെ ഉണ്ടെങ്കിലും അവളെ കൊണ്ടുവരുമെന്ന് പറയാണ്. ഇല്ലമ്മ, എനിക്ക് കുടിക്കാൻ പോലും തോന്നുന്നില്ല, അവളില്ലാതെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ആദർശിന്റെ അച്ഛൻ പറഞ്ഞു, ഇപ്പോഴല്ല നീ ഇത് ചിന്തിക്കേണ്ടിരുന്നേ, നീ അങ്ങോട്ട് അവളെയും കൊണ്ട് പോയ സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു പറയാ. ഈ സമയത്ത് ജലജ പറഞ്ഞു, അതെന്താ ഏട്ടാ അങ്ങനെ പറയണേ, അവൻ ഇതൊക്കെ വിചാരിച്ചാണ് അങ്ങോട്ട് പോന്നേ, ഇങ്ങനെയാണെങ്കിൽ ആദർശം നയനയും കൊണ്ട് എവിടെയൊക്കെ പോന്നു, ആരുടെ പറഞ്ഞിട്ടാണോ, ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടല്ലേ പറയാറുള്ളൂ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ദേവേനിക്ക് ദേഷ്യം വന്നു. ദേവേനി ജലജ അങ്ങനെ നീ പറയരുത്, നയനയും കൊണ്ട് എവിടെയാ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയിട്ടുണ്ടോ, അകപ്പാടെ പോയേക്കുന്നേ അവളുടെ വീട്ടിലേക്കല്ലേ പോയേക്കുന്നേ, അതൊരു ആവശ്യത്തിന് വേണ്ടി പോന്നേ, അത് പോകും പറഞ്ഞിട്ടാ പോന്നേ,
പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ വിഗ്രഹം മോഷ്ടിച്ച കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കണം. അതെ അതെ, ഇനിയിപ്പോ ഏട്ടത്തി അത് പറഞ്ഞാൽ മതിയല്ലോ. ഏട്ടത്തിക്ക് അല്ലേലും അങ്ങനെയാ, സ്വന്തം മോന്റെ കാര്യം പറയുമ്പോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ ഇങ്ങനെയൊന്ന് സ്വന്തം ഭാര്യേനെ വിളിച്ച് പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും വലിയൊരു കുറ്റവാ. അതങ്ങനെയല്ലേ വരുള്ളൂ. പണ്ട് തൊട്ട് എല്ലാവരും അങ്ങനെയല്ലേ കാണിച്ചുകൊണ്ടിരുന്നേ. എന്റെ മോനോടും എല്ലാവർക്കും ഒരു വേർതിരിവല്ലായിരുന്നു ചോദിക്കും. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, അല്ല നിനക്കിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ ഇതൊക്കെ സംസാരിക്കാനുള്ള സമയമാണോ? ഇപ്പൊ നവ്യ എവിടെ, എന്താ അവളെ കുറിച്ച് അന്വേഷിക്കാൻ നോക്ക്. അവൾക്ക് എന്തു പറ്റിയൊന്നും അറിയത്തില്ല. ആ സമയത്താണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയണം. അബി പറഞ്ഞു, എനിക്ക് അവളില്ലാതെ പറ്റില്ല, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നു പറയാണ്. അപ്പൊ പെട്ടെന്ന് ജാനകി ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് വരെ നിനക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ, അവളുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് നടന്നാണല്ലോ, പിന്നെന്താ ഇപ്പൊ പെട്ടെന്നൊരു സ്നേഹം എന്ന് ചോദിക്കുകയാണ്. അബി പെട്ടു. അബി പറഞ്ഞു, ചെറിയമ്മേ അവൾ ഇല്ലാതെ വന്നപ്പോഴാ, അവളെ കാണാതെ വന്നപ്പോഴാ എനിക്ക് ആ വേദന മനസ്സിലാകുന്നേ. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇതിനു മുമ്പൊന്നും ഞാൻ അവളെ മൈൻഡ് ചെയ്തിരുന്നില്ല. പക്ഷെ അവളെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല. എൻ്റെ ഒരു കുഞ്ഞവളുടെ വയറ്റ് വളരുന്നില്ലേ, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മയെന്ന് പറയണം. അബിയുടെ മനസ്സിൽ എന്നാ, ഇപ്പൊ തന്നെ അവള് മരിച്ചെന്നുള്ള വിവരം കിട്ടും. അത് കേട്ടിക്കുമ്പോഴത്തേനും പൊട്ടിക്കരയാനുള്ളതാ. അപ്പൊ ഇപ്പോഴേ ഇങ്ങനെ സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചു നിന്നിട്ട് കായ് വളർന്ന അബിയുടെ മനസ്സിൽ ചിന്തയുണ്ടാകുന്നേ. ജലജ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കല്ലേ, അതൊക്കെ പോയി, അതൊന്നും കുഴപ്പമില്ല. നവ്യ ഇങ്ങോട്ട് വരൂ. ഒന്നും അല്ലെങ്കിലും ആദർശം നയനയും പോയിട്ടുണ്ടല്ലോ, നവ്യനെ രക്ഷിച്ചുകൊണ്ട് അവര് വരുവളെന്ന് പറയണ. ജയം പെട്ടെന്ന് ശരിയാ, അവര് പോയിട്ടുണ്ട്, ആദർശിനി അവളെയും കൊണ്ട് വരത്തുള്ളൂ പറയാ. പെട്ടെന്ന് അഭി പറഞ്ഞു, വന്നില്ലെങ്കിലുണ്ടല്ലോ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഞാൻ വല്ല പോയി ആത്മഹത്യ ചെയ്യണമെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആദർശ് കടന്നു വരുന്നത്. ആദർശ് ചോദിച്ചു, എന്താ നീ അഭ്യ ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് ചോദിക്കണം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണേ. ഇനിയിപ്പൊ ആരും മരിക്കുകയും വേണ്ട, ആത്മഹത്യ ചെയ്യുകയും വേണ്ട, ഒന്നും വേണ്ടെന്നാണ്. പെട്ടെന്ന് എല്ലാവരും കൂടെ നോക്കുകയാണ്. നോക്കിക്കഴിയുമ്പോഴത്തേനും നവ്യനെ പിടിച്ചുകൊണ്ട് നയനെ അങ്ങോട്ട് വരുവാണ്. ഈ കാഴ്ച കാണുന്ന ജലജ അഭി ഞെട്ടിപ്പോയി. ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവളെ ഇല്ലാതാക്കിന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇവിടെ വന്നേന്നൊരു ചിന്ത ഉണ്ടാവണം അവരുടെ ഉള്ളില്. പെട്ടെന്ന് മുത്തശ്ശൻ അങ്ങോട്ട് വെച്ചിട്ട്, എന്താ മോനെ, എങ്ങനെ നിനക്ക് എവിടെന്നാ കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, അതെ ഇവളെ തട്ടിക്കൊണ്ട് പോയതാ വെട്ട് സതീശനാന്ന് പറയാം. വെട്ട് സതീശനോ? അതാരാ? അല്ല അന്ന് ഒരു പ്രാവശ്യം തട്ടിക്കൊണ്ട് പോയില്ലേ കല്യാണത്തിനെന്ന്, അബിയുടെ ഇവളുടെ കല്യാണത്തിനെന്ന്, അവൻ തന്നെയാന്ന് പറഞ്ഞു വീണ്ടും കൊണ്ട്. ഓഹോ അവനല്ലേ, അപ്പൊ അവന് കിട്ടിയതൊന്നും പോരാ, വീണ്ടും അവൻ ഈ പരിപാടി തന്നെ ചെയ്തില്ലെന്ന് ചോദിക്കുകയാണ്. അബി ഞെട്ടിത്തെറിച്ചു. അബിക്ക് അറിയത്തില്ലായിരുന്നു വെട്ട് സതീശനാണ് കൊണ്ടുപോയെന്നുള്ള. ഇല്ലാതാക്കാനായിട്ട് ഒരു കൊട്ടേഷൻ ടീം ഒന്ന് മാത്രം അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇതിന് പിന്നിൽ അവനാന്ന് അറിയത്തില്ല. വെറുതെ അല്ല അവൻ ഇവളെ ഇല്ലാതാക്കിയത്, ഇവളെ കല്യാണം കഴിക്കാനായിരുന്നു അവന്റെ പുറപ്പാടെന്ന് ആദർശ് പറയുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജലജ അഭിനെ ഒന്ന് നോക്കുവാണ്. അപ്പൊ തന്നോട് വെറുതെ പറഞ്ഞാണ് ഇവിടെ ഇല്ലാതാക്കുന്നൊക്കെ. അപ്പൊ കല്യാണം കഴിച്ചു കൊണ്ടുവരാനാണ് പ്ലാന്. അവനിട്ട് താൻ വെച്ചിട്ടുണ്ട്. ജലജയ്ക്ക് അവൻ ദേഷ്യം അടക്കാൻ പറ്റില്ലായിരുന്നു. അഭി അല്ലേലും എന്തെങ്കിലും പ്ലാനും പത്തിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം ആ തലയ്ക്ക് നെട്ടപ്പുറം വന്ന് വീഴുവെന്ന് ജലജയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം. അതുകൊണ്ട് ജലജ ഇടയ്ക്കിടയ്ക്ക് അഭിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആകുമോ, നവ്യനെ ഇല്ലാതാക്കുമോ എന്നൊക്കെ. അതൊന്നും അമ്മ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാനായിരുന്നു അഭി പറഞ്ഞിരുന്നേ. ജലജ നോക്കി പേടിപ്പിക്കുകയാണ് അബീനെ. അങ്ങനെ നവ്യ വന്നിങ്ങനെ നിൽക്കുവാണ്. നവ്യനെ അഭി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കഴിയുമ്പോഴത്തേനും ജാനകി പറഞ്ഞല്ല, വരുന്നതിന് മുമ്പേ അഭി എന്തൊക്കെയാ പറഞ്ഞേ, ഇവളെ കാണണം, അങ്ങനെ എങ്ങനെയാ, ഇവളെ എനിക്കില്ല ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ടെന്താ നീ ഇങ്ങനെ മൈൻഡ് ഇല്ലാതെ നിൽക്കണേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് അഭിക്ക് സ്ഥലകാലബോധം ഉണ്ടായത്. അഭി ഓടിപ്പോയി നവ്യ അടുത്തേക്ക് വരും. നവ്യ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കണം. ഇല്ല അഭിയേട്ടന് കുഴപ്പമുണ്ട്, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണേ. പിന്നെ പെട്ടെന്ന് അഭിയെ കെട്ടിപ്പിടിക്കുകയാണ് നവ്യ. കെട്ടിപ്പിടിച്ച് കുഴപ്പമൊന്നും പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, എനിക്കൊന്നും പറ്റില്ല, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ, നമ്മുടെ കുഞ്ഞിന്റെ അഭിയേട്ടന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങോട്ട് വന്നേന്ന് പറയാണ്. അഭി മനസ്സിൽ പല്ലിറുമ്പോ, ഓ നീ ദുശകനം ഇന്നത്തോടു കൂടി അവസാനിച്ചെന്ന് കരുതിയതാ, പിന്നെയും കഷ്ടകാലം പിടിക്കാണ്ട് എന്റെ തലയിലേക്ക് വന്ന് കേറിയല്ലോ. ഈ സമയം ഇത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. ഇനി മുത്തശ്ശൻ പറഞ്ഞു, ഇനി എല്ലാരും പൊക്കോ, ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ, ഇനിയിപ്പോ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയണം. അങ്ങനെ എല്ലാരും അവരവരുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ജലജയ്ക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി. ജലജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. അപ്പൊ ജലജ വന്നിട്ട് നവ്യയോട് പറയാ, നീ വന്നത് നന്നായി, എന്റെ മോൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ, നീ വന്നില്ലായിരുന്നെങ്കിൽ അവന്റെ ജീവൻ എടുക്കുമെന്നും പറഞ്ഞിരുന്നേന്ന് പറയണം. നവ്യ പറഞ്ഞു, ഇത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അബി, നിന്നെ പിടിച്ചോണ്ട് പോയപ്പോ ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ, ഞാൻ അവന്മാരോട് പറഞ്ഞ ഉപദ്രവിക്കരുതെന്ന്, പക്ഷെ അവന്മാര് കേട്ടില്ല, ഞാൻ കാരണം. ഇനി ഞാൻ ഒരിടത്തും കൊണ്ടുപോകണമെന്നൊന്നും പറയില്ല അബി, ഞാൻ കാണാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാണ്. അബി പറഞ്ഞു, പോട്ടെ മോളെ, നീ വരാൻ പറഞ്ഞ് നവ്യനെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്.
പിന്നീട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയും അനാമയും കൂടെ കാറിൽ പോവായിരുന്നു. അപ്പൊ അനിയോട് അനാമയ്ക്ക് ചോദിക്കുന്നുണ്ടല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, കുറെ കാലമായല്ലേ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ഇഷ്ടം ഞാൻ തുറന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പൊ എന്നാ അനിയുടെ വീട്ടിൽ അനി എന്നെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കുന്നേ? നമുക്ക് ഇങ്ങനെ നടന്നാ പോരല്ലോ, കല്യാണമൊക്കെ കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അനിയൊന്ന് ഞെട്ടി. ഇവളെന്താ ഇങ്ങനെ ഇതെല്ലാം വെട്ടി തുറന്ന് പറയണേന്നുള്ളേ. അല്ല, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടുകാരെയും കൂട്ടി അനിയുടെ വീട്ടിലേക്ക് വരട്ടേന്ന് ചോദിക്കുകയാണ്. അനി പറഞ്ഞു, ഇപ്പോഴോ? ഇപ്പോഴല്ല, നാളെ വന്നാലോ? ഇത്ര പെട്ടെന്ന്? ഞാൻ എന്റെ വീട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പെട്ടെന്ന് എങ്ങനെയാ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, പിന്നെ എന്ന് ഇത് ചോദിക്കാനായിട്ടിരിക്കുന്നത്? മൂക്കി പല്ല് എടുത്തിട്ടോ? 10-60 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാണ് അനിയുടെ പ്ലാന്. കൊള്ളാം, അത് നല്ല ഐഡിയ ആയിപ്പോയി. അങ്ങനെ എന്തിനാ അനി കല്യാണം കഴിക്കുന്നത്? നമ്മളിപ്പം കല്യാണം കഴിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പം കല്യാണം കഴിച്ചാലോ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും കുറച്ച് മക്കളൊക്കെ ആയിട്ട് നമുക്ക് സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കാലവും കാവ്യം കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അഭി പറഞ്ഞു, അല്ല സോറി അഭിയല്ല, അനി പറഞ്ഞു, അത് കൊള്ളാലോ, നിനക്ക് കല്യാണം കഴിക്കാൻ ധൃതിയായെന്ന് ചോദിക്കുകയാണ്. കല്യാണം കഴിക്കാൻ ധൃതിയായിട്ടല്ല, നമ്മളിങ്ങനെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നത്. എന്റെ വീട്ടിലാണ് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ വേണ്ടിട്ട്. അവര് വന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഇനി അവര് വേണ്ടാന്ന് ഞാൻ എങ്ങനെയാ പറയണേ? അപ്പൊ അനിയുടെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് എന്തായാലും ഞാൻ വീട്ടുകാരോട് പറയാമെന്നോർത്തായിരിക്കുന്നു പറയണേ. അനി പറഞ്ഞ സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാന്നൊക്കെ പറയാണ്. എന്നാലും അനാമികയുടെ മനസ്സിൽ ആ തീയങ്ങ് അണഞ്ഞില്ല. ഇനിയിപ്പൊ അനിക്ക് വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ അനാമികയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അനാമിക ചോദിക്കുകയും ചെയ്തു, എനിക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലേ എന്നെ കല്യാണം കഴിക്കുന്നതുകൊണ്ട്? എന്നെ ഇഷ്ടക്കുറവൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് പെട്ടെന്ന് പനി പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്ന് പറയണം. പക്ഷെ അനിയുടെ ഉള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. അനാമേനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കല്യാണത്തിനൊന്നും താൻ പ്രിപ്പയർഡ് അല്ല. പക്ഷെ അനാമിക അങ്ങനെയല്ല. അനാമയ്ക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം അന്നൊരു ചിന്തയാണ് അനാമയുടെ ഉള്ളിലുണ്ടാകുന്നത്. ആകപ്പാട് ഒരു ടെൻഷനായിപ്പോയ എനിക്ക്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാട് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുമായിരുന്നു നയന മുറിക്കകത്ത്. നയനയുടെ മനസ്സിലുള്ള വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും നവ്യേച്ചിനെ തട്ടിക്കൊണ്ടുപോയത്? വെട്ട് സതീശൻ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നെ പുറയിൽ ആരും കാണുമോ? ഇനി ആരും പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ വിഗ്രഹം മോഷ്ടിച്ച കേസിലും ഇപ്പോഴും ആണെങ്കിൽ കുറെ ദുരൂഹതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആരാന്നറിയില്ല. ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ആദർശം അങ്ങോട്ട് വന്നേ. ആദർശം ചോദിച്ചു, എന്താ പറ്റി? ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയണം. ഇല്ല, അല്ല എന്തോ കാര്യമുണ്ട്, എന്താന്ന് പറയാണ്. ഞാൻ ആലോചിക്കുന്ന ആദർശേട്ടാ, ഈ വെട്ട് സതീശൻ ഇനി ആർക്കെങ്കിലും വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്താണെങ്കിലോ? അതോർത്താണ് ടെൻഷൻ അടിക്കുന്നത്. അതോർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. പോലീസുകാർ അവനെ പിടിച്ച് 2 ചാമ്പ് ചാമ്പിക്കോളും. അവനുള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറഞ്ഞോളൂ എന്ന് പറയാണ്. നയനെ ചോദിച്ചു, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? അയാൾ സത്യങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് ചോദിക്കുകയാണ്. നീ ധൈര്യമായിട്ടിരിക്കുക. അവൻ പറഞ്ഞ അത്ര പടി ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. നവ്യോടുള്ള സ്നേഹം കൊണ്ടാണ് അവനെ തട്ടിക്കൊണ്ട് പോയെന്ന്. ഇതിന്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നയനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.